വീട്ടിൽ മാത്രമല്ല, നമ്മുടെ തേക്കട പ്രദേശത്ത് ആകെ ഇവ മദ്യപിച്ചു വന്ന് എല്ലാവരുമായി വഴക്കുണ്ടാക്കി നാട്ടുകാർക്ക് ആകെ ശല്യമുള്ള ഒരു പാർട്ടിയാണ്. നമുക്ക് പോലും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം കൈയെല്ലാം ഒടിഞ്ഞു, കൈത്തണ്ടെല്ലാം ഒടിഞ്ഞ് തൊലി മാത്രമേ ഉള്ളൂ. അസ്ഥി വല്ല ഒടിച്ച് പൊടിച്ചു പോയ സ്ഥിതിയിലാണ് ചവിട്ടി ഒടിച്ചിരിക്കുന്നത്. കൈ രണ്ടും കാൽപാദങ്ങൾ, അവരുടെ ശരീരത്തിൽ ചവിട്ടും മുറിവും ഈ ചവിട്ടി ഒടിക്കാത്ത ഭാഗങ്ങളില്ല. ഈ ആഹാരം തന്നെ ഇവർക്ക് ഈ കിടപ്പ് രോഗിക്ക് ഓട്സ് പോലുള്ള സാധനങ്ങൾ അവർ മകൾ കാച്ചി കൊണ്ടു കൊടുത്താൽ ഇവരിത് കൊണ്ടു കൊടുത്തിട്ട് അവർ മാറി എന്നാൽ ഇവരിത് പ്രത്യേകം എടുത്ത് സൂക്ഷിച്ച് അടച്ചു വെച്ചിരുന്നിട്ട് അവർ കഴിക്കാതെ ഇവൻ വരുമ്പോൾ കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മകൻ അമ്മയെ ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഞ്ചായത്ത് മെമ്പർ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണെന്ന് അറിഞ്ഞു. എന്താണ് ശരിക്കും അവിടെ നടന്നിരുന്നത്? കഴിഞ്ഞ ദിവസം രാത്രി എന്ന് പറയുമ്പോൾ സ്ഥിരം മദ്യപാനിയാണ് ഈ മകൻ. 47 വയസ്സുള്ള മണികണ്ഠൻ എന്ന് പേരാണെങ്കിലും അവന്റെ യഥാർത്ഥ പേര് അമ്പലം സന്തോഷ് എന്നാണ് അറിയപ്പെടുന്നത്. മണികണ്ഠനന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ്. സംഭവം എല്ലാ ദിവസവും അവിടെ ഈ വീട്ടിൽ സ്ഥിരമായി ഇങ്ങനെ അടി ഉണ്ടാവാറുള്ള എന്ന് പറഞ്ഞാൽ അവിടെ മദ്യപിച്ച് എന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. വീട്ടിൽ മാത്രമല്ല, നമ്മുടെ തേക്കട പ്രദേശത്ത് ആകെ ഇവ മദ്യപിച്ചു വന്ന് എല്ലാവരുമായി വഴക്കുണ്ടാക്കി നാട്ടുകാർക്ക് ആകെ ശല്യമുള്ള ഒരു പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റും ഫൈറ്റും ഒക്കെ ഉള്ള ആചാനബാഹുവായ ഒരാളാണ്. അപ്പോൾ വീട്ടിൽ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മകൾക്ക് 2 മക്കളുണ്ട്. അവർ രണ്ടുപേരും പുറത്തു വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഇവൻ മദ്യപിച്ചു വന്ന് ഈ 86 വയസ്സുള്ള ഈ വയോധികയായ അമ്മയെ, ഈ അമ്മയെന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലുറപ്പിന്റെ തൊഴിലാളിയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇവർ കിടപ്പാവുന്ന വരെ നമ്മൾ തൊഴിലുറപ്പിന് വരുമായിരുന്നു. അപ്പൊ എന്നെ തന്നെ അവർ മോനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോ ഇവര് കിടപ്പിലായപ്പോ നമ്മൾ ആശാവർക്കറേയും നമ്മളെ പാലിറ്റീവ് വിഭാഗത്തെയൊക്കെ വിട്ട് എല്ലാ ദിവസവും അവർ പോകുന്ന സമയത്തൊക്കെ പോയി അവർ ചെക്ക് ചെയ്യും, അവരതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് നമ്മളും എല്ലാവരും പോകും. നമ്മളെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിന്റെ ആയിരുന്നാലും മറ്റ് പ്രവർത്തകരായിരുന്നാലും നമ്മൾ ADS-ന്റെ പ്രവർത്തകരായിരുന്നാലും അവർക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നുണ്ട് അവർ കിടപ്പായപ്പോൾ. പക്ഷെ ഇവന്റെ ആക്രമണം കാരണം പലരും ആ പരിസരത്ത് ഉള്ളവരാരും ഇവരെ വീട്ടിലേക്ക് ഈ എന്തെങ്കിലും അടിയോ ബഹളോ കേട്ടാൽ തന്നെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. കാരണം യമ ആക്രമകാരി ആയി കഴിഞ്ഞാൽ വല്ല മാരകായുധങ്ങൾ വല്ല എന്തെങ്കിലും സാധനവും കൂടെ എടുത്തുകൊണ്ടൊന്ന് വലിയ വടിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ആൾക്കാരെ ഓടിച്ചടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സാധാരണ ഈ സംഭവം നടന്നപ്പോൾ പോലും ആരും അങ്ങോട്ട് ചെന്ന് നോക്കില്ല. യമൻ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം ആരോ വിളിച്ചു പറഞ്ഞ അനുസരിച്ചാണ് നമ്മളെ ഒരു മനു എന്ന് പറഞ്ഞൊരു സഖാവ് ഉണ്ടായിരുന്ന സഖാവ് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മ ഇങ്ങനെ അടികൊണ്ട് കിടക്കണം, നമ്മളെ റൂബി ആംബുലൻസ് സർവീസ്. അപ്പോൾ റൂബി ആംബുലൻസ് സർവീസിനെ വിളിച്ചു പറയും. പുള്ളി ഇവിടെ ഇല്ലായിരുന്നു മനു. അപ്പോൾ അവൻ ചെന്ന് നോക്കിയപ്പം വളരെ ബോധമില്ലാതെ അങ്ങനെ കിടക്കുന്ന അമ്മയാണ് കണ്ടത്. അപ്പം റൂബിയും അവൻ്റെ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവറും അപ്പോൾ ഇവരുടെ മകളുമായിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് 2-3 മണിക്കൂറോളം എന്നിട്ട് അവർ ICU കയറ്റി വെച്ചു. ICU കയറ്റി 2 മണിക്കൂറോളം ജീവനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ മരണപ്പെട്ടു. ഇന്ന് ഞങ്ങളിപ്പോൾ ഇൻക്വസ്റ്റിന് നിന്നപ്പോൾ പോലും നമുക്ക് പോലും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം കൈയെല്ലാം ഒടിഞ്ഞു, കൈത്തണ്ടെല്ലാം ഒടിഞ്ഞ് തൊലി മാത്രമേ ഉള്ളൂ. അസ്ഥി വല്ല ഒടിച്ച് പൊടിച്ചു പോയ സ്ഥിതിയിലാണ് ചവിട്ടി ഒടിച്ചിരിക്കുന്നത്. കൈ രണ്ടും കാൽപാദങ്ങൾ, അവരുടെ ശരീരത്തിൽ ചവിട്ടും മുറിവും ഈ ചവിട്ടി ഒടിക്കാത്ത ഭാഗങ്ങളില്ല. അതിദാരുണമായാണ് അവരെ കൊലപ്പെടുത്തിയത്. അവനെ പിന്നെ രാത്രി തന്നെ പോലീസ് വന്ന് കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ അവനെന്തോ വൈദ്യപരിശോധനയിൽ എന്താ വേരിയേഷൻ കണ്ടു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോടി മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് ആള്. ഒരുപാട് നാളൊന്നും ആയില്ല. വാർദ്ധക്യ സഹജമായ പ്രശ്നമാണ്, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. അവർ ഒരു 1-1.5 മാസമായി. അപ്പൊ ഞങ്ങളൊരിക്കലും ഇതുമായി ഇടപെട്ട് ഞങ്ങൾ ഇവരെ വേറെ ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലെത്തി. പക്ഷെ അത് തീരുമാനത്തിലെത്തി നെടുമങ്ങാട് വിളിച്ച് ചോദിക്കുകയും അപ്പോൾ ഇവരെ വേണമെങ്കിൽ അവിടെ പ്രവേശിപ്പിക്കാമെന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവർ പറയുന്നത് എൻ്റെ മകനെ കൂടെ, അവരുടെ മകനോട് അത്ര സ്നേഹമുള്ള ആളാണ്, എൻ്റെ മകനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ഇപ്പം തന്നെ ഞാൻ ഇപ്പോൾ അവിടെ അവരുടെ മക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ആഹാരം തന്നെ ഇവർക്ക് ഈ കിടപ്പ് രോഗിക്ക് ഓട്സ് പോലുള്ള സാധനങ്ങൾ അവർ മകൾ കാച്ചി
കൊണ്ടു കൊടുത്താൽ ഇവരിത് കൊണ്ടു കൊടുത്തിട്ട് അവർ മാറി എന്നാൽ ഇവരിത് പ്രത്യേകം എടുത്ത് സൂക്ഷിച്ച് അടച്ചു വെച്ചിരുന്നിട്ട് അവർ കഴിക്കാതെ ഇവൻ വരുമ്പോൾ കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. ജോലിക്കൊക്കെ കൃത്യമായിട്ട് പോകുന്ന ആളായിരുന്നു. ഇവൻ ജോലിക്ക് പോകും, പക്ഷെ ജോലിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. നല്ല ആരോഗ്യമുള്ള ജോലിക്ക് പോകും. ജോലിക്ക് കിട്ടിയാൽ മുഴുവൻ കാശിനും മദ്യപിക്കും. എന്നിട്ട് പരിസരം ആകെ അടിയുണ്ടാക്കും. ആ വീട്ടിൽ മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ തന്നെ അന്വേഷിച്ചാൽ അറിയാം. നിരവധി കേസുകളെന്ന് പറഞ്ഞാൽ മൊത്തം ഇതേപോലെ മദ്യപിച്ച് ആൾക്കാരെ ആക്രമിച്ച കേസുകളാണ്. അത് കുറേ കേസുകളൊക്കെ സ്റ്റേഷനിൽ പോകുന്നുള്ളൂ. മറ്റു ചില കേസുകൾ മിക്ക ആഴ്ചയിലും അവിടെ അടിയാണ്. ഓരോ ആഴ്ചയിലും അടിച്ച് പ്രശ്നം ഉണ്ടാക്കും. അവിടെ കൂട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കും. പിന്നെ അതൊന്നും പോലീസ് സ്റ്റേഷനിൽ എത്താറില്ല. അവർ അടി കൊള്ളുന്നവരും യമൻ അടി കൊടുക്കുന്നവരും ഒക്കെ ആയിട്ട് അങ്ങ് കോംപ്രമൈസ് പോവുകയാണ് പതിവ്. അങ്ങനെയുള്ള ഒരാളാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. മദ്യലഹരിയിലാണ് ഉപദ്രവിച്ചത്. മദ്യലഹരിയിലാണ്. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ അറിയില്ല. കാരണം ഞാൻ ആ സമയത്തില്ലായിരുന്നു. അവനങ്ങനെ പ്രത്യേക കാരണമൊന്നും വേണ്ട. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. സ്ഥിരമായിട്ട് മദ്യപിക്കുകയും ഈ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത്രയും. അവരന്ന് നമ്മളവിടെ പോകുമ്പോഴും അവരിങ്ങനെ അങ്ങനെ ഉപദ്രവിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു മകനേ ഉള്ളൂ അവർക്ക്. ആ മകനെ ഇങ്ങനെ, അവൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടിയുണ്ട്, മകനുണ്ട്. അവരെയൊക്കെ നേരത്തെ ഉപേക്ഷിച്ചു. അവരെ വേറെ താമസമാണ്. അവരുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അവർക്കൊരു ശ്രമം നടത്തി. അവർ ഭാര്യയുമായിട്ടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകാമെന്ന് പറ്റി. പക്ഷെ അവരും തയ്യാറല്ല. കാരണം ഇവൻ്റെ സ്വഭാവം വെച്ച് മദ്യപാന ശീലം ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഭാര്യയും മക്കളും ഒന്നും വരാനൊന്നും തയ്യാറായില്ല. തയ്യാറായെന്ന് പറഞ്ഞാൽ അവനോട് വന്ന് അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഭർത്താക്കന്മാർ ഇല്ലാതെ ജീവിക്കുന്ന ഇതിനേക്കാളും നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത്. ഇങ്ങനെയുള്ള മദ്യപാനികളുടെ കൂടിക്കിടന്ന് അവരുടെ ജീവിതം പാഴാക്കുന്നതിനേക്കാൾ നല്ലൊരു ശതമാനം സ്ത്രീകൾ അതല്ലേ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവർ വരാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഇവനിങ്ങനെയാണ്. ഇവർ വരിക, വേറെ ബാധ്യതകളൊന്നുമില്ല, പൈസ ഇടുക, മദ്യപിക്കുക, പിന്നെ ഇങ്ങനെ ആൾക്കാരെ മൊത്തം പരിസരത്ത് പ്രശ്നം ഉണ്ടാക്കുക. ഈ ലഹരി വലിയൊരു വില്ലനായി മാറുന്ന ഒരു സാഹചര്യമാണല്ലോ. തീർച്ചയായും നമ്മളെ പ്രദേശത്തും ഈ ലഹരിയുടെ വ്യാപകമായ പ്രശ്നങ്ങൾ നമ്മുടെ പ്രദേശത്തും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ശക്തമായ ഇടപെടൽ നമ്മളെ യുവജന സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു 3-4 മാസം കാലമായി നമ്മളെ പ്രദേശത്ത് മൊത്തം നമ്മളൊരു പ്രത്യേക ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിൽ കുറേ യുവാക്കളെ, രാഷ്ട്രീയമായിട്ടല്ല, എല്ലാ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 1.5 മാസം 2 മാസക്കാലം ഞങ്ങൾ ആ വാർഡിന്റെ പ്രദേശങ്ങളിൽ മൊത്തം രാത്രികാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു വൈകുന്നേരം 8 മണി മുതൽ ഒരു 12 മണി വരെ ഞങ്ങൾ 2 സംഘങ്ങളായി തിരിഞ്ഞ് എല്ലായിടത്തും കറങ്ങുകയും ഏതെങ്കിലും ഒരാളിങ്ങനെ നമ്മളെ അസ്വാഭാവികമായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അവരെ അല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുകയും അല്ലെങ്കിൽ ഞങ്ങൾ അവരെ തന്നെ പിടിച്ച് 3-4 ബാച്ചിനെ ഞങ്ങൾ അവരെ തന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചു കാലം ഒരു 2 മാസമായിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മദ്യം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് എല്ലാ പ്രദേശത്തും ഉണ്ട്. നമ്മുടെ നാട്ടിന്റെ മൊത്തം ഭാഗത്തും ഉള്ളതുപോലെ തന്നെ നമ്മളെ ഭാഗത്തും വ്യാപകമായി ഈ മദ്യം സുലഭമായി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില സ്വഭാവമുണ്ട്. അപ്പോൾ ഈ മദ്യം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയലുണ്ടാവുന്ന ഒരു സ്വഭാവം ഇവനുള്ളതാണ്. അതിന്റെ പേരിലാണ് ഇതെല്ലാം ചെയ്തത്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത രംഗമാണ്. ഇത് തന്നെയാണ് ലഹരി വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം നമ്മൾ ഒരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ലഹരി വിമുക്തമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ തന്നെ അത് മാറുന്നില്ല എന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അച്ഛനെന്നോ അമ്മയെന്നോ നോക്കാതെ ലഹരിയുടെ പിടിയിൽപ്പെടുന്ന പലരെയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ 85 വയസ്സുള്ള അമ്മ സ്വന്തം മകന്റെ ഉപദ്രവം കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം മദ്യലഹരിയിലെത്തിയ മകൻ അമ്മയെ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും മരണപ്പെടുകയുമാണ് ചെയ്തത്. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ അമ്മയുടെ കൈയിലും കാലിലുമൊക്കെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് എല്ലടക്കം പൊടിഞ്ഞു പോയ ഒരു സാഹചര്യമാണ്. അത്രമാത്രം ക്രൂരമായാണ് ഒരു മകൻ ഒരു അമ്മയെ കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ്.